സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ്. ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ, അപ്പോൾ പ്രചാരണം നല്ല ചൂടിലാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയൊന്ന് നോക്കാം. കൂടുതൽ വിവരങ്ങൾ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്ന വെബ്സൈറ്റിലും ബ്ലോഗിലുമുണ്ട്. ലോകത്തെവിടെ നിന്നും നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. നമ്മുടെ ഈ സംസാരത്തിന്റെ ലക്ഷ്യം ഈ വിവരങ്ങളിലെ പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ്. ശരിയാണ്. നിലമ്പൂരിലെ കാര്യം ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പല്ല ശരിക്കും. രാഷ്ട്രീയമായിട്ട് നല്ല പ്രാധാന്യമുണ്ട് ഇതിന്. പിന്നെ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിനപ്പുറം വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെ, പ്രചാരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയാണ് അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ LDFന് വേണ്ടി നേരിട്ടിറങ്ങുന്നു. അതെ, സ്വരാജിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമായി. ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കുക എന്ന്. അത് പ്രവർത്തകർക്ക് നല്ല ഊർജം കൊടുക്കുമോ? തീർച്ചയായും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം LDFന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ സാന്നിധ്യം സ്വരാജിന് ഗുണകരമാവും എന്നൊരു ചിന്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുണ്ട്. ഓഹോ, അതെങ്ങനെ? ഒരു വലിയ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അൻവറിന്റെ സാന്നിധ്യം ചിലപ്പോ UDF വോട്ടുകളിലോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകളിലോ ഒരു വിള്ളനുണ്ടാക്കി അത് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഇതിനെ ഒരു അൻവർ ഇഫക്റ്റ് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അപ്പോ അങ്ങനൊരു കണക്കുകൂട്ടൽ. മറുവശത്ത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായി ദേശീയ നേതാക്കൾ തന്നെ വരുന്നുണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധി വയനാട് MP കൂടിയാണവർ. ജൂൺ 14-നെത്തുന്നു. അത് വലിയ വാർത്തയാണ് എന്ന് പറയാം അല്ലേ? തീർച്ചയായും. പ്രിയങ്കയുടെ വരവ് അത് UDF ക്യാമ്പിൽ നല്ല ആവേശമുണ്ടാക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം, പിന്നെ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് UDF കൂടുതലായിട്ട് ഉയർത്താൻ ശ്രമിക്കുന്നത്. അതേസമയം യൂസഫ് പഠാന്റെ വരവ് അൻവറിന്റെ ക്യാമ്പിനും ഒരു ഉണർവ് നൽകും. ഓരോ വോട്ടും ശരിക്കും നിർണായകമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ശരിയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ടല്ലോ. ഇടതുപക്ഷം ജയിച്ചാൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അവർക്കൊരു വലിയ മുൻതൂക്കം നൽകുമെന്നും UDFന് തിരിച്ചടിയാകുമെന്നുമൊക്കെ നിരീക്ഷണങ്ങളുണ്ട്. അതെ അതെ, രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൂടുതലാണ്. പക്ഷേ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികളുടെ പ്രശ്നം പോലെ അത് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. പ്രളയം, വന്യജീവി ആക്രമണം, ഇതൊക്കെ ചർച്ചയാവുന്നു.